ബോംബ് പോലീസ് വെടിവയ്പിലെ സമരനായകൻ ചൊക്ലി മേനപ്രത്തെ പുതുക്കുടി പുഷ്പൻ അന്തരിച്ചു. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ഉച്ചയ്ക്ക് ശേഷം 3:30യോടെയായിരുന്നു അന്ത്യം. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ജൂലൈ 31-ന് പുഷ്പനെ തലശ്ശേരി സഹകരണ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടാകാതിരുന്നതിനാൽ പിന്നീട് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. മൃതദേഹം നാളെ രാവിലെ 8 മണിക്ക് കണ്ണൂരിലേക്ക് കൊണ്ടുപോകും. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജലരാജാക്കന്മാരായി കാരിച്ചാൽ ചുണ്ടൻ. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ ഫോട്ടോ ഫിനിഷിലാണ് ഫൈനൽ മത്സരം അവസാനിച്ചത്. 19 ചുണ്ടൻ വള്ളങ്ങളടക്കം 72 കളിവള്ളങ്ങൾ മാറ്റുരച്ച മത്സരത്തിൽ നിരണം ചുണ്ടൻ, വിയപുരം ചുണ്ടൻ, നടുഭാഗം ചുണ്ടൻ, കാരിച്ചാൽ ചുണ്ടൻ എന്നിവരാണ് ഫൈനലിൽ പോരാടിയത്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ വിജയം ഇത് തുടർച്ചയായ 5ാം തവണയാണ്. AK ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനാണ് NCP നേതൃത്വത്തിന്റെ തീരുമാനമെന്ന് NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ. ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന്റെ നേതൃത്വത്തിലെടുത്ത തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയനെ അറിയിക്കും. 3-ാം തീയതി AK ശശീന്ദ്രനും തോമസ് കെ തോമസിനൊപ്പം മുഖ്യമന്ത്രിയെ കാണുമെന്നും PC ചാക്കോ വ്യക്തമാക്കി. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രംഗത്തെത്തിയ PV അൻവറിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ച് CPM സംസ്ഥാന നേതൃത്വം. കേന്ദ്ര കമ്മിറ്റിയിൽ സംസ്ഥാന നേതൃത്വം വിവാദം വിശദീകരിക്കും. ദില്ലിയിൽ നാളെയും മറ്റന്നാളുമായാണ് കേന്ദ്ര കമ്മിറ്റി യോഗം നടക്കുന്നത്. മുസ്ലിം സമുദായത്തെ ഒന്നടക്കം പാർട്ടിക്കെതിരെ തിരിക്കാൻ അൻവറിന്റെ നീക്കം കാരണമായേക്കുമെന്നാണ് CPM വിലയിരുത്തൽ. അൻവറിന്റെ ഓരോ നീക്കത്തെയും ഏറെ കരുതലോടെയാണ് അതിനാൽ നേതൃത്വം കാണുന്നത്. PV അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും നടത്തിയ ആരോപണങ്ങളിൽ മറുപടിയുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അൻവറിന്റെ ആരോപണങ്ങൾ ഗുരുതരമാണെന്നും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ ഫോൺ ചോർത്തിയ സംഭവവും ഗൗരവമേറിയ വിഷയമാണെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. തനിക്ക് പരാതി കിട്ടിയാൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കും. ഫോൺ ചോർത്തലിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും മറുപടിക്കായി കാത്തിരിക്കുകയാണെന്നും ഗവർണർ പറഞ്ഞു. പ്രിയപ്പെട്ട അർജുനിനി ജനഹൃദയങ്ങളിൽ ജീവിക്കും. നാടിന്റെ യാത്രാമൊഴിയേറ്റ് വാങ്ങി കോഴിക്കോട് കണ്ണാടിക്കലിലെ അമരാവതി വീടിനോട് ചേർന്ന് അർജുൻ നിത്യനിദ്രയിലേക്ക് മടങ്ങി. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ 11:45ഓടെ അന്ത്യകർമ്മങ്ങൾ പൂർത്തിയാക്കി അർജുന്റെ ചിതയ്ക്ക് തീകൊളുത്തി. കേരളത്തിന്റെ മുഴുവൻ കണ്ണീരോർമ്മയായാണ് അർജുൻ വിടവാങ്ങിയത്. ഷിരൂരിലെ ഗംഗാവലി പുഴയിലേക്ക് മല ഇടിഞ്ഞു വീണ് ലോറിയോടൊപ്പം കാണാതായി 72ാം ദിവസം കണ്ടെടുത്ത അർജുന്റെ മൃതദേഹം കോഴിക്കോട് കണ്ണാടിക്കലിലെ വീട്ടുവളപ്പിലാണ് സംസ്കരിച്ചത്. ജനപ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക നേതാക്കളും അടക്കം ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം തള്ളിയ നടൻ സിദ്ദീഖ് 4 ദിവസം മുമ്പ് വരെ കൊച്ചിയിൽ ഉണ്ടായിരുന്നതായി രേഖകൾ പുറത്ത്. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ദിവസവും സിദ്ദീഖ് കൊച്ചിയിലുണ്ടായിരുന്നു. സുപ്രീം കോടതിയിലേക്ക് നൽകാനുള്ള രേഖകൾ അറ്റസ്റ്റ് ചെയ്തത് ഹൈക്കോടതിക്ക് തൊട്ടടുത്തുള്ള നോട്ടറിയിൽ. ഇവിടെ നേരിട്ടെത്തിയാണ് സിദ്ദീഖ് രേഖകൾ അറ്റസ്റ്റ് ചെയ്തതെന്നാണ് പുറത്തുവരുന്ന വിവരം. കേരളത്തിൽ അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ എന്നീ ജില്ലകളിലാണ് നാളെ യെല്ലോ അലർട്ട് ഉള്ളത്. മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ സെപ്റ്റംബർ 29, 30 തീയതികളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും അറിയിപ്പുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പ്രധാനമന്ത്രിയുടെ കുത്തക മാതൃക രാജ്യത്തെ തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കിയെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. GST ലഘൂകരിക്കണമെന്നും അവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായി ചെറുകിട ബിസിനസ്സുകൾക്ക് ബാങ്കിംഗ് സംവിധാനം തുറന്നുകൊടുക്കണമെന്നും രാഹുൽ ഗാന്ധി ജമ്മു കാശ്മീരിൽ ആവശ്യപ്പെട്ടു. ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള ആസ്ഥാനത്തേക്ക് നടത്തിയ ആക്രമണത്തിൽ തലവൻ ഷെയ്ഖ് ഹസൻ നസ്രല്ലയെ വധിച്ചെന്ന ഇസ്രായേലിന്റെ അവകാശവാദം. ഇസ്രായേൽ സൈന്യമാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. 3 പതിറ്റാണ്ടായി ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിലുള്ള സെക്രട്ടറി ജനറലാണ് ഹസൻ നസ്രല്ല. ലെബനോനിലും പശ്ചിമേഷ്യയിലും ഏറ്റവും സ്വാധീനമുള്ള സായുധ സംഘടനയായി ഹിസ്ബുള്ളയെ വളർത്തിയെടുത്തത് ഹസൻ നസ്രല്ലയായിരുന്നു. തിരുവനന്തപുരം കൊമ്പൻസിനെ ഫോഴ്സ കൊച്ചി മുട്ടുകുത്തിച്ചത് 2ാം പകുതിയിലെ ഇരട്ട പ്രഹരത്തിൽ. 1 ഗോളിന് പിന്നിൽ നിന്ന ശേഷം തിരിച്ചടിച്ച കൊച്ചിക്ക് സൂപ്പർ ലീഗ് കേരളയിൽ ആദ്യ വിജയം. കൊച്ചിക്കായി കുമാർ പസ്വാൻ രാഹുലും ബ്രസീലിയൻ താരം ഡൊറിയൽറ്റനും ഗോൾ നേടി. കൊമ്പൻസിന്റെ ഏക ഗോൾ മാർക്കോസാണ് നേടിയത്. പോയിന്റ് പട്ടികയിൽ കൊച്ചി 4ാം സ്ഥാനത്ത് കയറിയപ്പോൾ കൊമ്പൻസ് 3ാം സ്ഥാനത്ത് തുടരുന്നു.